നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ നിങ്ങൾക്ക് ഉള്ളത്, അതോ ഇനി അമിതഭാരമാണോ ഉള്ളത്? വെയിറ്റ് കുറയ്ക്കണോ, അതോ ഇനി ഭാരം കുറവാണോ, വെയിറ്റ് കൂട്ടണോ? ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് BMI എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പേടിക്കണ്ട, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വളരെ സരളമായി നമുക്ക് ഈ BMI കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കുറച്ചൊന്ന് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, മനുഷ്യരുടെ ഉയരം കൂടുന്തോറും അവരുടെ ഭാരവും കൂടേണ്ടതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, 5 അടി ഉയരമുള്ള ഒരു മനുഷ്യന് 60 കിലോഗ്രാം വെയിറ്റ് ഉണ്ടെങ്കിൽ അയാളെ കാണാൻ തന്നെ കുറച്ച് തടിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അമിതഭാരം ഉണ്ട് എന്ന് നമ്മൾ പറയും. അതേസമയം 6 അടി ഉയരമുള്ള ഒരു മനുഷ്യനാണ് 60 കിലോഗ്രാം വെയിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ കാണാൻ തന്നെ മെലിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഭാരക്കുറവുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മനുഷ്യന് ശരിയായ ഭാരമാണോ അതോ അമിതഭാരമാണോ അതോ ഭാരക്കുറവാണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഹൈറ്റും നമുക്ക് മനസ്സിലാക്കണം, അയാളുടെ വെയിറ്റും നമുക്ക് മനസ്സിലാക്കണം. ഹൈറ്റും വെയിറ്റും കണക്കിലെടുത്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന ഒരു അനുപാതം അല്ലെങ്കിൽ റേഷ്യോ, അതിനെയാണ് നമ്മൾ BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BMI കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റും അറിയണം, എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഭാരവും അറിയണം, അതേപോലെ നമ്മുടെ ഹൈറ്റും അറിയണം, അതായത് ഉയരവും അറിയണം. ഇത് രണ്ടും അറിയാം എന്നുണ്ടെങ്കിൽ BMI കണ്ടുപിടിക്കാൻ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്താണ് ഈ ഫോർമുല പറയുന്നത്? വെയിറ്റ് ഇൻ കിലോഗ്രാം, അത് ന്യൂമറേറ്ററിലാണ്, ഹൈറ്റിന്റെ സ്ക്വയർ എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കിട്ടുന്നതായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ ആയി എന്റെ വെയിറ്റും ഹൈറ്റും വെച്ച് എങ്ങനെ BMI കണ്ടുപിടിക്കാം എന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ വെയിറ്റ് കണ്ടുപിടിക്കണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ വീട്ടിലൊരു വെയിങ് സ്കെയിൽ വാങ്ങിച്ചു വെക്കാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഒരു 500-600 രൂപയായിരിക്കും നിങ്ങൾക്ക് ആമസോണിൽ അത് വാങ്ങിക്കാൻ കിട്ടുന്നതായിരിക്കും. അതല്ല, നിങ്ങൾക്ക് വീട്ടിൽ വാങ്ങിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ അടുത്തൊക്കെ പോകുമ്പോഴോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെക്കപ്പിനൊക്കെ പോകുമ്പോഴോ ഒരു സ്കെയിൽ കണ്ടു കഴിഞ്ഞാൽ ആ സ്കെയിലിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത് കിട്ടും. അതെല്ലാം എന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോഴും മെഷീൻസ് അവൈലബിൾ ആണ്. 1 രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെയിറ്റ്, നിങ്ങളുടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ ഉയരം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഒരു മതിലിനോട് ആദ്യം ചേർന്ന് നിൽക്കുക. ഞാൻ ഈ നിൽക്കുന്ന പോലെ മതിലിനോട് ചേർന്ന് നിൽക്കുക. ഒരു സ്കെയിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ തലയുടെ മുകളിൽ വെച്ചിട്ട് ഈ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ പോയിന്റ് മുതൽ തറ വരെ ഒരു മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് എത്ര നീളമുണ്ട് എന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റും കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എനിക്ക് നേരത്തെ അറിയാം, അത് 66.7 കിലോഗ്രാം ആണ്. അപ്പൊ അത് ഞാൻ ഇവിടെ എഴുതുവാണ്. അതേപോലെ എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 174 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബേസിക്കലി ഇത് സെന്റിമീറ്ററിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. സെന്റിമീറ്ററിൽ നിന്നും നമുക്ക് ഹൈറ്റ് മീറ്ററിലാണ് വേണ്ടത്. അപ്പൊ സെന്റിമീറ്ററിൽ നിന്ന് മീറ്ററിലാക്കണം എന്നുണ്ടെങ്കിൽ 2 ദശാംശം ഇങ്ങോട്ട് കുത്തിയാൽ മതി. അപ്പോ 174 എന്നുണ്ടെങ്കിൽ 2 ദശാംശം അപ്പുറത്തോട്ട് ഇടത്തോട്ട് കുത്തുമ്പോൾ 1.74 മീറ്റർ ആയിരിക്കും. ഇതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഉയരം അടിയിലും ഇഞ്ചിലുമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഫീറ്റിലും ഇഞ്ചിലും 5 അടി 10 ഇഞ്ച് അങ്ങനെയാണ് നിങ്ങളുടെ ഉയരം നിങ്ങൾക്ക് അറിയാവുന്നത് എന്നുണ്ടെങ്കിൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് തരാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വെബ് പേജിൽ പോകും. ആ വെബ് പേജിൽ നിങ്ങളുടെ ഹൈറ്റ് എത്ര അടിയാണോ എത്ര ഇഞ്ചാണോ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെന്റിമീറ്ററിലും മീറ്ററിലും നിങ്ങൾക്ക് എത്ര ഹൈറ്റ് ഉണ്ട് എന്നുള്ളത് കിട്ടും. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ BMI കാൽക്കുലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ന്യൂമറേറ്ററിൽ ഈ വെയിറ്റ് എഴുതുക, അത് 66.7 ആണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഹൈറ്റിന്റെ സ്ക്വയർ, അതായത് 1.74 ഇൻറ്റു 1.74. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ BMI കിട്ടുന്നതാണ്. എന്റെ വാല്യൂ എന്ന് പറയുന്നത് 23.06 എങ്ങാണ്ടോ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ BMI കണ്ടുപിടിക്കുന്നത്. WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്, ഒരു സ്ത്രീക്കോ പുരുഷനോ ഈ BMI കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കിട്ടുന്ന വാല്യൂ 18.5 താഴെയാണ് എന്നുണ്ടെങ്കിൽ അവർ അണ്ടർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഭാരക്കുറവുണ്ട് എന്നുള്ളതാണ്. 18.5നും 25നും ഇടയ്ക്കാണ് ആ വാല്യൂ വരുന്നത് എന്നുണ്ടെങ്കിൽ അവർ നോർമൽ വെയിറ്റ് ആണ്. 25നും 30നും ഇടയ്ക്കാണ് വാല്യൂ വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഓവർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ അവർക്ക് അമിതഭാരമുണ്ട്. 30നും കൂടുതലാണ് അവരുടെ വാല്യൂ വരുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഒബീസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് പൊണ്ണത്തടി ഉണ്ട് എന്നുള്ളതാണ്. ഇനി അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് തരുന്നതായിരിക്കും. ആ ലിങ്കിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ വെയിറ്റും ആ വെബ്സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ BMI എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണ്ടർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ 18.5 താഴെ ആയിരിക്കും. നോർമലിന് ഒരു റേഞ്ച് ഉണ്ട്, ഓവർ വെയിറ്റും റേഞ്ച് ഉണ്ട്, അതിലും കൂടി കഴിഞ്ഞാൽ ഒബീസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് എത്ര
വെയിറ്റ് ഉണ്ടാവണം എന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ BMIയുടെ ഫോർമുലയെ ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു BMI എന്ന് പറയുന്നത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ ആണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതി, വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റിന്റെ സ്ക്വയർ ആയിരിക്കും BMI എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കുണ്ടാവേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് ഇതിന് ഇപ്പുറത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ആവും. അപ്പൊ BMI ഇൻറ്റു ഹൈറ്റ് സ്ക്വയർ ആയിരിക്കും. എനിക്ക് എന്റെ ഹൈറ്റ് അറിയാം, അപ്പൊ ഹൈറ്റിന്റെ സ്ക്വയർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 174 ആണ്, അത് 1.74 ഇൻറ്റു 1.74 ആണ്, ഇൻറ്റു എന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 18.5 മുതൽ 25 ആണ്. അപ്പൊ ആദ്യം 18.5 നമുക്ക് ചെയ്യാം. 18.5 ഇതായിരിക്കും എനിക്ക് ഉണ്ടാവേണ്ട മിനിമം വെയിറ്റ്. അതായത് ഏകദേശം 56 കിലോഗ്രാം വരും. ഈ 56 കിലോഗ്രാം ആണ് എനിക്ക് ഉണ്ടാവേണ്ട ഏറ്റവും കുറവ് വെയിറ്റ്. നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, നിങ്ങളുടെ ഹൈറ്റ് സ്ക്വയർ എടുക്കുക, എന്നിട്ട് 18.5 ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂവിൽ നിന്നും നിങ്ങളുടെ വെയിറ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ വെയിറ്റ് ആണ്, നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടേണ്ട ആവശ്യമുണ്ട്. അതേപോലെ നിങ്ങൾക്ക് മാക്സിമം പോവാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 1.74 into 1.74 ഹൈറ്റ് സ്ക്വയർ എടുക്കുക, എന്നിട്ട് നോർമൽ റേഞ്ചിന്റെ മാക്സിമം അതായത് 25 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഏകദേശം 76 വരും. ഈ 76-ൽ നിന്നും കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഓവർ വെയിറ്റ് ആയിരിക്കും. അപ്പൊ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 56 മുതൽ 76 വരെ ആവാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് നോർമൽ വെയിറ്റ് ആണ്. 56-ന് കുറവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അണ്ടർ വെയിറ്റ് ആണ്. 76-ന് കൂടുതലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒബീസ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൈറ്റ് സ്ക്വയർ എടുക്കുക, അത് ഇൻറ്റു 18.5 ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ മിനിമം വാല്യൂ. അതേപോലെ നിങ്ങളുടെ ഹൈറ്റ് സ്ക്വയർ എടുക്കുക, എന്നിട്ട് അതിന് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ മാക്സിമം വാല്യൂ. അതിന് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം. അതിൽ നിന്നും കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടുകയായിരിക്കും ചെയ്യേണ്ടത്. ഒരു വലിയ പോപ്പുലേഷന് ഈ BMI എന്നുള്ളൊരു ഒറ്റ അനുപാതം കണ്ടുപിടിച്ച് നമുക്ക് പല കൺക്ലൂഷൻസിലും എത്തിച്ചേരാം എന്നുണ്ടെങ്കിലും ഒരു ഒറ്റപ്പെട്ട മനുഷ്യന് ഈ BMI മാത്രം വെച്ചുകൊണ്ട് അവർ ഓവർ വെയിറ്റ് ആണോ അണ്ടർ വെയിറ്റ് ആണോ അതോ ഹെൽത്തി ആണോ ഹെൽത്തി അല്ലേ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. BMI മാത്രം വെച്ച് നമ്മുടെ ശരീരം ഓവർ വെയിറ്റ് ആണോ അണ്ടർ വെയിറ്റ് ആണോ എന്ന് പറയുന്നത് അത്ര ആക്യുറേറ്റ് അല്ല എന്ന് പറയാൻ കാരണം നമ്മുടെ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ ശരീരഭാരം എന്ന് പറയുന്നത് 2 കാരണങ്ങളാണ് ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിന് ബോഡി ഫാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കൊഴുപ്പുണ്ട് ബോഡിയിൽ. അതേപോലെ തന്നെ മസിൽ മാസ് ഉണ്ട്, അതായത് മാംസമുണ്ട്, മാംസത്തിന് എത്ര മാസ് ഉണ്ട് എന്നുള്ളതുണ്ട്. ഈ രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമ്മുടെ ബോഡി വെയിറ്റ് വരുന്നത്. ഇനി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 2 ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്, പേഴ്സൺ എ പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സൺ 1 പേഴ്സൺ 2, 2 പേരെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. 2 പേർക്കും ലെറ്റ്സ് സേ 70 കിലോഗ്രാം ആണ് അവരുടെ വെയിറ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, അവരുടെ ഹൈറ്റും ഒരേ ഹൈറ്റ് ആണ്, 170 സെന്റിമീറ്റർ ആണ് അവരുടെ 2 പേരുടെയും ഹൈറ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ആദ്യത്തെ മനുഷ്യന്റെ ബോഡി ഫാറ്റ് അല്ലെങ്കിൽ ശരീരത്തിലുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണ് എന്ന് വിചാരിക്കാം. അയാളുടെ മസിൽ മാസ് അല്ലെങ്കിൽ മാംസം എത്ര ഉണ്ട് എന്നുള്ളത് 60 കിലോഗ്രാം ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞു നേരത്തെ ശരീരഭാരം എന്ന് പറയുന്നത് 70 ആണ്. അപ്പൊ 70-ൽ 10 പോയി കഴിഞ്ഞാൽ ബാക്കി 60 മസിൽ മാസ് ആണ് എന്ന് വിചാരിക്കാം. ഇനി രണ്ടാമത്തെ മനുഷ്യൻ അതേ ബോഡി വെയിറ്റ് ആണ്, അതേ ഹൈറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ മനുഷ്യന് ലെറ്റ്സ് സേ അയാൾക്ക് 20 കിലോഗ്രാം ബോഡി ഫാറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. കൊഴുപ്പ് 20 കിലോഗ്രാമും അത് പോയാൽ ബാക്കിയുള്ളത് 50 കിലോഗ്രാം മസിൽസ് ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവരുടെ 2 പേരുടെയും ഹൈറ്റും വെയിറ്റും സെയിം ആയതുകൊണ്ട് ഇവരുടെ 2 പേരുടെയും BMI സെയിം ആയിരിക്കും, ബോഡി മാസ് ഇൻഡെക്സ് സെയിം ആയിരിക്കും. കാരണം ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റിന്റെ സ്ക്വയർ ചെയ്തായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ രണ്ടും ഒന്നായതുകൊണ്ട് ഇവരുടെ 2 പേർക്കും ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BMI സെയിം ആയിരിക്കും. പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇയാൾക്ക് 10 കിലോഗ്രാമേ കൊഴുപ്പുള്ളൂ, ഇയാൾക്ക് കുറെ മസിൽസ് മാംസമാണ് ഇയാൾക്ക് കൂടുതലുള്ളത്. അപ്പോൾ ഇയാൾ കൂടുതൽ ഹെൽത്തി ആണ്. എന്നാൽ ഇയാൾക്ക് കൊഴുപ്പാണ് കൂടുതൽ ശരീരത്തിൽ, മസിൽസ് കുറവാണ്, മാംസം കുറവാണ്. അപ്പൊ ഇയാൾ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ആദ്യത്തെ ആളിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഹെൽത്തി അല്ല, അല്ലെങ്കിൽ അയാൾക്ക് കുറച്ച് തടി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ BMI മാത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 പേർക്കും ഒരേ BMI ആണ് എന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിലെ ബോഡി ഫാറ്റും മസിൽ മാസും അതായത് കൊഴുപ്പും മാംസവും നോക്കിക്കഴിഞ്ഞാൽ ഇവർ 2 പേരും ഒരേപോലെ അല്ല. BMI സെയിം ആണെങ്കിൽ പോലും അവരുടെ 2 പേരും ഹെൽത്ത് ഒരേപോലെ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ BMI മാത്രം വെച്ച് നമ്മുടെ ശരീരത്തിനെ കുറിച്ച് ഒരു ഡിസിഷൻ, നമ്മുടെ വെയിറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്ന് ഡിസൈഡ് ചെയ്യാതെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്ത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ആ കാര്യം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ചെസ്റ്റ് സർക്കംഫറൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുക. എങ്ങനെ ചെയ്യുന്നത്? ഒരു ടേപ്പ് എടുക്കുക, അളക്കുന്ന ടേപ്പ്, എന്നിട്ട് അതിന് നെഞ്ചിന് ചുറ്റും വെച്ച് നെഞ്ചിന് എത്ര ചുറ്റളവ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. അതിനാണ് നമ്മൾ ചെസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത് വെയിസ്റ്റ് സർക്കംഫറൻസ്, എത്രയാണ് നമ്മുടെ വയറിന് ചുറ്റളവ് എന്നുള്ളത്, വയറിന് ചുറ്റും ഈ ടേപ്പ് വെച്ചിട്ട് എത്ര ചുറ്റളവ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം, അത് വെയിസ്റ്റ് സർക്കംഫറൻസ് പറയും. മൂന്നാമത് ഹിപ്പ് സർക്കംഫറൻസ്, എത്രയാണ് നമ്മുടെ ഇടുപ്പിന്റെ ചുറ്റളവ് എന്ന് കണ്ടുപിടിക്കാം.
ഓക്കെ, ഈ മൂന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആദ്യം പുരുഷന്മാർക്കുള്ള കാര്യം ഞാൻ പറയുവാണ്. പുരുഷന്മാർക്ക് ചെസ്റ്റ് സർക്കംഫറൻസ് ഏറ്റവും കൂടുതൽ ആവേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ആയിരിക്കണം. ഏറ്റവും കൂടുതൽ ചെസ്റ്റ് സർക്കംഫറൻസ് പുരുഷന്മാർക്ക് ഉണ്ടാവണം. രണ്ടാമത് ഹിപ്പ് സർക്കംഫറൻസ്, രണ്ടാമത് അധികം ഹിപ്പ് സർക്കംഫറൻസ് ആയിരിക്കണം. വേസ്റ്റ് സർക്കംഫറൻസ് ഏറ്റവും കുറവായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ശരീരം ഇരിക്കേണ്ടത്. ഏകദേശം ഒരു വി ഷേപ്പിലായിരിക്കണം നമ്മുടെ ശരീരം വരേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ശരീരം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹെൽത്തി ആണ് എന്ന് പറയാം. നമ്മുടെ BMI കൂടുതലാണെങ്കിൽ പോലും, ഇപ്പൊ BMI 25-നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരം ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ചെസ്റ്റ് സർക്കംഫറൻസ്, പിന്നെ ഹിപ്പ് സർക്കംഫറൻസ്, പിന്നെ വേസ്റ്റ് സർക്കംഫറൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും ഹെൽത്തി ആണ്, എനിക്ക് വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കേണ്ടത്, പുരുഷന്മാർക്ക് ഈ വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് 40 ഇഞ്ചിന് താഴെ ആയിരിക്കണം. 40 ഇഞ്ചിനേക്കാൾ വേസ്റ്റ് സർക്കംഫറൻസ് കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് പൊണ്ണത്തടി ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർക്കുക, ഈ മൂന്ന് മെഷർ ചെയ്യുക. നെഞ്ചിന്റെ ചുറ്റളവ് മെഷർ ചെയ്യുക, വയറിന്റെ ചുറ്റളവ് മെഷർ ചെയ്യുക, ഹിപ്പിന്റെ ചുറ്റളവ് മെഷർ ചെയ്യുക. മെഷർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം നോക്കേണ്ടത് 40 ഇഞ്ചിന് താഴെയാണോ വേസ്റ്റ് സർക്കംഫറൻസ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ചെസ്റ്റ് സർക്കംഫറൻസ് ഉണ്ടോ, ഹിപ്പ് സർക്കംഫറൻസ് അതിന്റെ അടുത്തുണ്ടോ, അതിനുശേഷം ആണോ മൂന്നാമതാണോ വേസ്റ്റ് സർക്കംഫറൻസ് വരുന്നത്, അങ്ങനെയാണ് വരുന്ന ഒരു വി ഷേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഹെൽത്തി തന്നെയാണ്. ഇതേപോലെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഒരിക്കൽ കൂടി കാണേണ്ടത് ചെസ്റ്റ് സർക്കംഫറൻസ് ആണ്. അതേപോലെ ഹിപ്പ് സർക്കംഫറൻസും ചെസ്റ്റ് സർക്കംഫറൻസും സെയിം ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ചെസ്റ്റ് സർക്കംഫറൻസും ഹിപ്പ് സർക്കംഫറൻസും ഒരേപോലെ ആയിരിക്കാം. അല്ല, ഹിപ്പ് സർക്കംഫറൻസ് കുറച്ച് കുറഞ്ഞാലും നല്ലത് തന്നെയാണ്, ഒരേപോലെ ആയിരുന്നാലും വലിയ കുഴപ്പമില്ല. വേസ്റ്റ് സർക്കംഫറൻസ് അവർക്ക് ഏറ്റവും കുറവായിരിക്കണം. അപ്പൊ അവരുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഈ അവർ ഗ്ലാസ് എന്ന് നമ്മൾ പറയും, അതുപോലെ ആയിരിക്കണം, ഇതുപോലെ ആയിരിക്കണം അവരുടെ ശരീരം വരുന്നത്, ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അതേപോലെ സ്ത്രീകൾക്ക് വേസ്റ്റ് സർക്കംഫറൻസ് പറയുന്നത് ലെസ് ദാൻ 35 ഇഞ്ച് ആയിരിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി, നിങ്ങൾ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നെഞ്ചിന്റെ ചുറ്റളവ് എടുക്കുക, വയറിന്റെ ചുറ്റളവ് എടുക്കുക, ഹിപ്പിന്റെ ചുറ്റളവ്, അതായത് ഇടുപ്പിന്റെ ചുറ്റളവ് എടുക്കുക. ആദ്യം വയറിന്റെ ചുറ്റളവ് 35-ന് താഴെയാണോ നോക്കുക. താഴെയാണെങ്കിൽ കുഴപ്പമില്ല, കൂടുതലാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യേണ്ടതാണ്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ചെസ്റ്റ് സർക്കംഫറൻസ് ഉണ്ടോ, ഹിപ്പ് സർക്കംഫറൻസ് അതിന് ഈക്വൽ ആവാം അല്ലെങ്കിൽ കുറച്ച് കുറവാവാം, അങ്ങനെ ആണോ, പിന്നെ അതിന്റെ കുറവാണോ വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് നോക്കാം. അപ്പോൾ BMI നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇതിനനുസരിച്ച് നിങ്ങൾ ഈ മെഷർമെന്റ്സും കൂടി എടുത്തിട്ട് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഇതിനു ഉപരി നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഒരു ബോഡി കോമ്പസിഷൻ സ്കെയിൽ വാങ്ങിച്ചു വെക്കാവുന്നതാണ്. ഈ ബോഡി കോമ്പസിഷൻ സ്കെയിൽ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ്, നമ്മുടെ ശരീരത്തിലുള്ള മസിൽസ്, നമ്മുടെ ബോൺ മാസ്, ഇങ്ങനെ പല കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തു തരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ BMI, നെഞ്ചിന്റെ ചുറ്റളവ്, വയറിന്റെ ചുറ്റളവ്, പിന്നെ ഇടുപ്പിന്റെ ചുറ്റളവ്, ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ആക്യുറേറ്റ് ആയിട്ട് നിങ്ങളുടെ ശരീരം എത്ര ഹെൽത്തി ആണ് എന്ന് ഈ ബോഡി കോമ്പസിഷൻ സ്കെയിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓൾറൈറ്റ്, ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഡു ഗിവ് ഇറ്റ് എ തംസ് അപ്പ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.